ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വാഷ്റൂം കഴുകിക്കൊണ്ട് വന്നപ്പോൾ നിങ്ങളോടും കൂടി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് ഓർത്ത് കേട്ടോ. കാരണം പല സ്ത്രീകളും പുറത്ത് തുറന്ന് പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾക്ക് പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴും അതുപോലെ ഓഫീസിലൊക്കെ പോകുന്ന സ്ത്രീകൾക്ക് അവിടുത്തെ ടോയ്ലറ്റുകൾ യൂസ് ചെയ്യുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ജെൻസിൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടോ അല്ലെ സമയക്കുറവ് കൊണ്ടോ ആയിരിക്കാം അവർ ഓടി വന്ന് യൂറിനൊക്കെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ടോയ്ലറ്റ് സീറ്റ് പൊക്കി വെക്കാതെ ആയിരിക്കും യൂറിൻ പാസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന് ശേഷം വന്ന് കയറുമ്പോഴത്തേക്ക് നമുക്കിത് കാണുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മാത്രമല്ല, നമുക്ക് സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും പ്രൈവറ്റ് പാർട്സിൽ റാഷസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഓടി വന്ന് ശ്രദ്ധയില്ലാതെ ആയിരിക്കും അവർ ടോയ്ലറ്റ് സീറ്റൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർക്കും ഇതുപോലെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്ലീസ് ജെൻസ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീകൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കും ഇതുപോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമ്മൾ സ്ത്രീകൾ ടോയ്ലറ്റ് സീറ്റ് എപ്പോഴും പബ്ലിക് ടോയ്ലറ്റും ഓഫീസിലെ ടോയ്ലറ്റും ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതും നമ്മളെ അസുഖങ്ങളിൽ നിന്നൊക്കെ തടയാനായിട്ട് സഹായിക്കും കേട്ടോ. ഇതിന് ഒരുപാട് വിലയൊന്നുമില്ല, ഓൺലൈനിൽ ഒത്തിരി എണ്ണം അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് അടച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സി യു. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ.